ജനങ്ങളെ രണ്ടു പക്ഷത്താക്കി തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഭൂരിപക്ഷ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വസിക്കാം സർക്കാരിനും മുന്നണിക്കും. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സർക്കാരിനോടും CPM-നോടും പണ്ടുണ്ടായിരുന്ന അത്ര താല്പര്യം ഇപ്പോഴില്ലാത്ത സാഹചര്യത്തിൽ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വോട്ടിനേക്കാൾ പിന്തുണ ഉണ്ടെന്ന് പ്രതീതി സൃഷ്ടിക്കലാണ് CPM-ന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ വിധി നിർണയിക്കുക രാഷ്ട്രീയത്തിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനത്തിന്റെ പേരിലാകില്ല, മതസാമുദായിക ധ്രുവീകരണത്തിന്റെ പേരിലാകാം. അത് ചിലപ്പോൾ താൽക്കാലിക ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ സമൂഹത്തിലും മനുഷ്യരുടെ ഇടയിലെ സാഹോദര്യത്തിലും ഇനിയും ആഴത്തിലുണ്ടാകുന്ന മുറിവുകളിലൂടെയാകും ആ ലാഭം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ മുന്നണിയെയോ മതസാമുദായിക ശക്തികൾ പിന്തുണയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ആര് ശ്രമിച്ചാലും അതത്ര നന്നല്ല. ഒരു MLA സ്വന്തം മണ്ഡലത്തിൽ വന്നാൽ അത് വാർത്തയാണോ? വന്നില്ലെങ്കിൽ അല്ലേ വാർത്ത? MLA ജനം കാത്തിരിക്കുന്നത് മനസ്സിലാക്കാം, സ്വന്തം പാർട്ടിക്കാർ കാത്തിരിക്കുന്നതും മനസ്സിലാക്കാം. പാലക്കാട്ട് നേരെ തിരിച്ചാണ്. കുറച്ചു കാലമായി മിസ്സിംഗ് ആയിരുന്നു പാലക്കാട് MLA. ഇടയ്ക്കൊന്ന് നിയമസഭയിൽ പൊങ്ങിയിരുന്നു, പിന്നെ വീണ്ടും കാണാനുണ്ടായിരുന്നില്ല. ഒളിവ് കാലത്തിന് ശേഷം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി, നീണ്ട 38 ദിവസത്തിന് ശേഷം. MLA-ക്കെതിരെ ഉണ്ടായ ലൈംഗികാരോപണ പരാതികൾക്ക് പിന്നാലെ ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കാറില്ലായിരുന്നു രാഹുൽ. ചോദ്യങ്ങളോട് എത്ര കാലം ഹൂ കെയേഴ്സ് എന്ന് പറയാൻ പറ്റും? ഇന്ന് രാഹുൽ എത്തി, അതിരാവിലെ. MLA ബോർഡൊക്കെ മാറ്റിയ സ്വന്തം കാറിൽ. ആദ്യം കോൺഗ്രസിന്റെ അന്തരിച്ച നേതാവിന്റെ വീട്ടിലെത്തി, കുടുംബത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഹുൽ അടഞ്ഞ അധ്യായമെന്ന്. പക്ഷെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ കൈപിടിച്ചു കയറ്റുകയായിരുന്നു രാഹുലിനെ നേതാക്കൾ. ബെന്നി ബെഹനാൻ ചേർത്ത് പിടിച്ചു, DCC അധ്യക്ഷൻ കൈ കൊടുത്തു സ്വീകരിച്ചു. കണ്ട മരിച്ചവിടെ സൗഹൃദം ഇതുവരെ നശിച്ചിട്ടില്ല. സുഹൃത്തുണ്ട്, കണ്ട പരിചയമുള്ള സംസാരിക്കും. അത് വേറെ ഇത് വേറെ. കണ്ട ഇതിന് മോശം നിലപാടല്ല. ഇതിലിപ്പോ BJP-യും അതോടൊപ്പം തന്നെ DYFI ഒക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം കോൺഗ്രസ് ഒരുക്കുമോ? ഞങ്ങൾ സംസാരിക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമുള്ളതാണ്. അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട. മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാനില്ല എന്നതാണ് നിലപാട്. വൈകിട്ട് രാഹുൽ MLA ഓഫീസിലെത്തി. ഷാൾ അണിയിച്ചായിരുന്നു സ്വീകരണം. നിവേദനങ്ങളും വാങ്ങി. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ രാഹുലിനുണ്ട് എന്നുറപ്പ്. പ്രാദേശിക പിന്തുണ മാത്രമാണോ എന്നതാണ് അറിയേണ്ടത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? മൗനം സമ്മതം എന്നാണോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ദിവസം രാഹുൽ പറഞ്ഞത് പ്രവർത്തകരുടെ പണി എന്നെ പ്രതിരോധിക്കൽ അല്ല എന്നായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കില്ല പണി. അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും. അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ്. എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത. ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. ഇന്ന് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പണി രാഹുലിന് വേണ്ടി തെരുവിൽ പ്രതിരോധമുണ്ടാക്കലും തല്ലുകൊള്ളലുമാണോ? മണ്ഡലത്തിൽ നിൽക്കാൻ രാഹുൽ തീരുമാനിച്ചാൽ രാഹുലിന് മാധ്യമങ്ങളോട് മിണ്ടേണ്ടി വരില്ലേ? പാർട്ടിക്ക് വേണ്ടാത്ത രാഹുലിനെ പാലക്കാടിന് എന്തിനെന്ന് ചോദിച്ചാൽ എന്തു പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ?